ഈ ഒരു സമയത്ത് നമ്മൾ ബന്ധങ്ങളെ കാണുന്നത്, റിലേഷൻഷിപ്പിനെ കാണുന്നത് ഒരു മെറ്റീരിയലായിട്ടാണ്. നമുക്ക് അവരോട് വല്ല ഉപകാരങ്ങളോ അല്ലെങ്കിൽ അവരെടുത്ത് നിന്ന് വല്ല നീഡ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് പക്ക ബന്ധമാണ്. അടിപൊളിയാണ്. വിളിച്ചാൽ ഫോൺ എടുക്കും, ഓനോടൊരു ഉപകാരം നമുക്ക് കിട്ടും. എല്ലാത്തിലൊക്കെ എന്തിനാ ഈ ഒരു ചോദ്യമാണ്. മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടുന്ന അവയർനെസ്സൊക്കെ ആ രീതിയിലാണ്. ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ രണ്ടെട്ടം കോൾ ചെയ്തിട്ട് ഓൻ ബിസി ആക്കണില്ലെങ്കിൽ അടിപൊളി ആളാണ്. അല്ലെങ്കിൽ ഓൻ വിളിച്ചുകൊടുത്ത് വരണുണ്ടാവും അടിപൊളിയാണ്. ശരിക്കും റിലേഷൻഷിപ്പും ബന്ധങ്ങളും അങ്ങനെയൊക്കെ മാത്രമാണോ? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ബന്ധം ഉണ്ടെങ്കിൽ അത് മുറിച്ച് കളയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ആ ഒരു ബന്ധം നമ്മളുടെ മനസ്സിനെ ഇണങ്ങിയിട്ട് നമ്മളുടെ ഹാപ്പിനെസ്സും നമ്മളുടെ ഫീലിങ്സും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബന്ധമാക്കി അത് വളർത്തിയെടുത്താൽ അത് വല്ലാത്തൊരു ലെവൽ തന്നെ ആക്കാരം. ബന്ധങ്ങൾ എപ്പോഴും നമ്മൾ ഒരു നീഡ്സിന് വേണ്ടി മാത്രമല്ല, മനുഷ്യനായ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മളുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാനും ഹാപ്പിനെസ്സും നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാനും പറ്റുന്നതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു ടീമിനോട് ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യങ്ങൾ, അവൻ്റെ കുറച്ച് ബന്ധങ്ങൾ റിലേഷൻഷിപ്പ് മുമ്പുണ്ടായിരുന്നത് ഒരാൾ കട്ട് ചെയ്തു തന്നു. സംഭവം അവനോട് ക്യാഷ് കടം ചോദിച്ചിട്ട് ക്യാഷ് അവനക്ക് കൊടുക്കാൻ പറ്റില്ല. അവനോ കുറച്ച് കടത്തിലാണ്. അതിനോട് കൂടെ അവന് ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന, ചോദിച്ചാൽ കിട്ടുന്ന ആളുകളുടെ നിന്ന് അവന് കുറച്ച് കടം വേറെ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവനക്ക് സഹായിക്കാൻ പറ്റുന്നില്ല. ഈ സഹായിക്കാൻ പറ്റുന്നില്ല എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, മറ്റുള്ളവർ ആ റിലേഷൻഷിപ്പ് കട്ടാക്കി പോയി. ഇപ്പം വിളിച്ചാൽ ഫോൺ എടുക്കില്ല, എന്താ പറയുക, കണ്ടാൽ മുണ്ടില്ല, ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലെ ആളുകൾ ഇങ്ങനെ പറഞ്ഞ് പരത്താണ്. ഒരാളിൽ നിന്ന് കടം ചോദിച്ചിട്ട് കടം കിട്ടുന്നില്ല, പിന്നെ എന്തിനാ ബന്ധം എന്നുള്ള രീതിയിലേക്കൊക്കെ ആളുകൾ വെറുതെ ആവശ്യമില്ലാതെ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ആളുകളുടെ മൈൻഡ് മാറ്റുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയൊന്നും ചെയ്യരുത്. ബന്ധങ്ങൾ എന്നും നമ്മൾ നിലനിർത്തുക. ആ ബന്ധങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് ഹാപ്പിനെസ്, ഫീലിങ്സ് ഷെയർ ചെയ്യാൻ പറ്റും. ഇത് വെറും ഒരു ഉപകാരം അല്ലെങ്കിൽ ഒരു മെറ്റീരിയലായിട്ട് നിങ്ങൾ ബന്ധത്തിനെ കാണരുത്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ജീവിതത്തിൻ്റെ പല സമയങ്ങളും നമ്മൾ അനുഭവിച്ചറിയാനുള്ളതാണ്. ചില ആൾക്കാർ ചോദിക്കും, എത്ര ദൂരം താണ്ടിയിട്ടൊക്കെ അങ്ങനത്തെ ആൾക്കാരൊക്കെ കാണാൻ പോകേണ്ട ആവശ്യം എന്താ? എനിക്ക് എന്തെങ്കിലും അതിന് ബെനിഫിറ്റ് ഉണ്ടോ? ഒരു ബെനിഫിറ്റും ഇല്ല. അത് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ആളുകളോടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത്. അത് ആ സമയത്ത് നമ്മൾ അത്രയും ബോണ്ടായി നമ്മൾ പോയ റിലേഷൻഷിപ്പ് ആയിരിക്കും. പക്ഷേ ഇന്ന് നമ്മളുടെ സാഹചര്യവും കാര്യങ്ങളും, പിന്നെ എന്താ പറയുക, നമുക്ക് ഇന്ന് അവരോട് ആ ഒരു രീതിയിൽ നിൽക്കാൻ, അവരും വേറെ സാഹചര്യങ്ങൾ, നമ്മളും വേറെ സാഹചര്യങ്ങൾക്കായതുകൊണ്ടാണ് നമുക്ക് എന്നും അവരെ മീറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മൾ അവരെ മീറ്റ് ചെയ്യുക, കാണുക, നമ്മുടെ ബന്ധങ്ങൾ പുതുക്കുക എന്നുള്ളതൊക്കെയാണ്. പല സമയങ്ങളിലും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളെ കൂടെ പഠിച്ച ആൾക്കാർ ചിലപ്പം നമ്മൾ ബൈക്കുമേൽ പോകുമ്പോഴായിരിക്കും അവരെ കാണുന്ന സമയത്ത് അപ്പം തന്നെ പോയി കാണുക, സംസാരിക്കുക, പരിചയം പുതുക്കുക, അവരുടെ തമാശകൾ പറയുക, അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാതെ പിന്നെ അതിനായിട്ടൊരു സമയം നമ്മൾ കാത്തു വെച്ചാൽ അതിന് സമയം കിട്ടൂല. പിന്നെ ആ ബന്ധം അങ്ങനെ ലൂസായി ആ ബന്ധം തന്നെ എന്ത് ചെയ്യും, റിലേഷൻഷിപ്പ് കട്ടായി പോകുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പം നമുക്ക് ഒരാളായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അതിന് ഇന്ന നേരം അങ്ങനെയൊന്നുമില്ല. നമുക്ക് പോയി കാണാൻ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ പോയി കാണുക, നമ്മളാ ബന്ധം പുതുക്കുക. അതെന്നും എന്താ പറയുക, ഒരു സോൾ, ഒരു ഭയങ്കര ഒരു സോളായിട്ട് കൊണ്ട് നടക്കുക.